മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. നീ ഉറങ്ങിയില്ല കരുണേ? എനിക്ക് ഉറക്കം വരുന്നില്ല ഓരോന്നാലോചിച്ചിട്ട്. കല്യാണത്തിന് ശേഷം ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അതൊക്കെ പൊളിയുവാ. നീ ഇതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കണ്ട മോളെ. അവക്ക് എത്ര തവണയാ കണ്ണേട്ടൻ വില കൂടിയ ഡയമണ്ട് നെക്ലേസ് കൊടുത്തത്? ഒരിക്കലെങ്കിലും എനിക്ക് അതുപോലൊരു സമ്മാനം തരാൻ ഉണ്ണിയെന്നെ കൊണ്ട് പറ്റിയോ? എന്റെ കണക്കൂട്ടലൊക്കെ പിഴച്ചിരിക്കുക. ഈ സ്വത്തുക്കളെല്ലാം കണ്ണേട്ടന്റെ പേരിലാണെന്ന് അയാൾ ഒരിക്കൽ പറഞ്ഞതാ. എന്നാ മേൽനോട്ടവും സൈനിങ് അതോറിറ്റിയും മാത്രമേ ഉള്ളൂന്നാ ഉണ്ണിയേട്ടനും ഉണ്ണിയേട്ടന്റെ അമ്മയൊക്കെ എന്നോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ലാഭത്തിന്റെ ഒരു ഷെയർ ഉണ്ണിയേട്ടന് അവകാശപ്പെട്ടതല്ലേ? അല്ല, അത് കമലേശ്വർ എന്ന പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ട്. അതിൽ ഞങ്ങളെല്ലാവരും അംഗങ്ങളാണ്. അവിടെ പക്ഷേ കണ്ണേട്ടനറിയാതെ ഒരു പൈസ പോലും ആർക്കും എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അയാളുടെ മുമ്പിൽ കൈ നീട്ടണോ അല്ലേ? എനിക്കായിട്ട് മാസം ഒരു തുക സാലറി ആയിട്ട് കിട്ടുന്നുണ്ട്. അത് സാലറി അല്ല, അയാള് തരുന്ന ഭിക്ഷയാ. ഈ കുടുംബം നടത്തുന്നത് പോലും അയാളുടെ പണം കൊണ്ടാ. അങ്ങനെയൊന്നും അല്ല കരുണേ. അങ്ങനെ അല്ലെങ്കിലേ ഉണ്ണിയേട്ടൻ അവൾക്ക് കിട്ടിയതിനേക്കാളും വിലപിടിപ്പുള്ള ഓർണമെന്റ്സ് എനിക്ക് തരണം. എന്റെ കഴുത്തി കിടന്ന് അത് തിളങ്ങണം. അതിന് ഉണ്ണിയേണ്ണെ കൊണ്ട് പറ്റുമോ? പറ്റും. ഞാൻ എന്റെ സ്വർണ്ണാഭരണങ്ങൾ തന്നിട്ട് അതിന് പകരം ഒരു നെക്ലേസ് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞ ഉണ്ണിയേട്ടൻ ചിലപ്പോ വാങ്ങിച്ചോണ്ട് വന്നിരിക്കും. അല്ലാതെ സ്വന്തം പൈസ എടുത്ത് ഉണ്ണിയേണ്ണ എന്റെ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റുമെന്നാ ഞാൻ ചോദിച്ചത്. നോക്കട്ടെ, നീ ഇപ്പൊ കിടക്ക്. ഉണ്ണിയേട്ടൻ കിടക്ക്. എനിക്കിന്നിനി ഉറക്കം വരില്ല. എന്റെ മുത്തശ്ശി പറഞ്ഞതാ സത്യം. ആ അയ്യപ്പനാ അവളുടെ ഭാഗ്യം. അതുകൊണ്ട് ഈ പുഴയിൽ എറിഞ്ഞിട്ടും അത് വീണ്ടും അവളുടെ കയ്യിൽ തന്നെ വന്നു. ദൈവങ്ങൾ പോലും അവക്ക് കൂട്ടാ. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒന്നും. അതെ, 28-ാം തീയതി ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് ഞാൻ പറഞ്ഞല്ലോ. അന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ? അതെ. അന്നെങ്കിലും എന്നെ തൃപ്തിപ്പെടുത്താൻ പാകത്തില് എന്തെങ്കിലും തരാൻ എന്റെ ഭർത്താവിന് കഴിയോ? നോക്കാം. നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അന്നും ചിലപ്പോ എന്നെ കൊച്ചാക്കാൻ വേണ്ടി അവക്ക് കൊണ്ടുപോയി കൊടുക്കും. അയാള് കനം കൂടിയ തൂക്കം കൂടിയ സ്വർണം. അതിനപ്പുറം ഇനി ഒന്നും പ്രതീക്ഷിക്കണ്ട.
ആഹാ, എഴുന്നേറ്റോ? അതെ, ഞാനൊരു കാര്യം പറഞ്ഞ കണ്ണേട്ടൻ കേക്കോ? എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ആവശ്യവും താൻ പറയില്ലെന്ന് എനിക്കറിയാം. ഇനിയിപ്പോ ഇത്തിരി ബുദ്ധിമുട്ടായാലും ശരി, എന്റെ ഭാര്യയുടെ ഒരു ആവശ്യം ഉറപ്പായിട്ട് ഞാൻ നടത്തി തന്നിരിക്കും. അങ്ങനെയെങ്കിൽ 28-ാം തീയതി അവളുടെ പിറന്നാളാ, കരുണയുടെ. ഓ, അന്ന് നല്ലൊരു സമ്മാനം കൊടുക്കണം. എന്താ താൻ ഉദ്ദേശിക്കുന്നേ? എനിക്ക് സ്വർണത്തോട് താല്പര്യമില്ലെങ്കിലും അവൾക്ക് സ്വർണം മാറ്റി മാറ്റി വാങ്ങുന്ന ശീലമുണ്ട്. മുത്തശ്ശിയായിട്ടാ സാധാരണ സ്വർണ്ണക്കടയിലേക്ക് പോവാറ്. നമുക്ക് ഇന്ന് തന്നെ ജ്വല്ലറിയിലേക്ക് പോവാം. എന്നിട്ട് എനിക്ക് കണ്ണേട്ടം വാങ്ങി തന്നതിനേക്കാളും നല്ലൊരു നെക്ലേസ് അവൾക്ക് വാങ്ങിക്കൊടുക്കണം. അതിന് ലക്ഷങ്ങൾ വില വരും. എങ്കില് എന്റെ സ്വർണം കുറച്ച് കൊടുത്തിട്ട് വാങ്ങിയാലും മതി. ഏയ്, ഒന്നും വേണ്ട. താൻ റെഡി ആയിക്കോ. പിന്നാലെ ഞാനും റെഡിയായി വരാം. എന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ജ്വല്ലറിക്ക് പോവാം. എന്റെ പേരിലുള്ള ജ്വല്ലറി ആണെങ്കിലും അവിടുന്ന് ഫ്രീ ആയിട്ട് സ്വർണം വാങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ല. ബിസിനസ്സിന് അതിൻ്റെതായ ചില രീതികളുണ്ട്. അതിനനുസരിച്ച് ഞാൻ പോകാറുള്ളൂ. എന്നുവെച്ച് കരുണയ്ക്ക് നല്ലൊരു പ്രസന്റ് കൊടുക്കാൻ താൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പൈസ പോകും നോക്കണ്ട. തനിക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അവൾക്ക് എന്തു കൊടുത്താലും അതിന് നന്ദിയൊന്നും കാണിക്കില്ല. അവളുടെ മനസ്സ് ശാന്തമാക്കാൻ വേണ്ടി താൻ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ അതിന്റെ ഒരു സ്നേഹം അവൾ പുറത്ത് കാണിക്കില്ല. അത്തരക്കാരെ സന്തോഷിപ്പിക്കുന്നില്ല എനിക്ക് എതിർപ്പുള്ളത്. സാരമില്ല, എന്നും ഇതുപോലെ അവൾക്ക് വില കൂടിയ സമ്മാനങ്ങൾ കൊടുത്ത് സ്നേഹിക്കാൻ ശ്രമിക്കരുതെന്നേ ഞാൻ പറഞ്ഞതിൽ അർത്ഥമുള്ളൂ. അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കൊടുക്കാൻ കുഞ്ഞുനാൾ മുതലേ അവൾക്ക് ചുറ്റിന് ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതില്ലാതെ പോയത് തനിക്കാ. അതുകൊണ്ട് ഇനി സ്വന്തം കാര്യം നോക്കി വേണം ജീവിക്കാൻ. കരുണയുടെ കാര്യങ്ങൾ നോക്കാൻ അവൾക്കിപ്പോ ഒരു ഭർത്താവുണ്ട്. മനസ്സിലായി പറഞ്ഞത്? അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ അല്ലേ? എടോ, ബിസിനസ് നല്ല രീതിയിൽ നടന്നാലേ നിങ്ങൾക്കൊക്കെ സാലറി തരാൻ പറ്റൂ. ആ എടോ, തമ്പുക്കോ. ശരി ശരി. ചേച്ചി, അല്ല ചേച്ചി ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. അതിനിപ്പോ പണിക്കൂലി ഒന്നും സൗജന്യം ഇല്ലല്ലോ സാറേ. ആ, ചേച്ചിക്ക് ഞാൻ പണിക്കൂലിയൊക്കെ കുറച്ച് തരാം. ചേച്ചി ചെല്ല്. ആ, കണ്ണന്റെ കാറാണല്ലോ. എങ്ങോട്ട് തിരിഞ്ഞാലും ഇവിടെ ശല്യാണല്ലോ. മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വെറുതെ കൊടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് അവള്.
ഈ സാധനം തലയിൽ വെച്ചാലേ ഒരു പരിധി വരെ രക്ഷപ്പെടും. കുറച്ച് ദിവസമായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നില്ല എന്ന് പറഞ്ഞ് മഞ്ജു ഒരേ പരാതിയാ. ഇതെന്തായാലും അത് തീർക്കാൻ പറ്റിയ അവസരം. ഇവളിനെ കറക്കൊക്കെ കഴിഞ്ഞ് ഓഫീസിലൊക്കെ കയറിയിട്ട് വൈകുന്നേരമല്ലേ എത്തത്തുള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് വെച്ച് പിടിക്കാം. കണ്ണനെ മുടിപ്പിക്കാനായിട്ട് ഇറങ്ങിയതായിരിക്കും നാശം. കണ്ണേട്ടാ, ഇതെങ്ങനെയുണ്ട്? തനിക്ക് ഇഷ്ടപ്പെട്ടാൻ എടുത്തോ. സമയം എടുത്ത് സെലക്ട് ചെയ്താൽ മതി. ഒന്ന് രണ്ടെണ്ണം കൂടി നോക്കാം. ഞാനെന്നല്ല, എടുക്കോ? ആര് വന്ന് സ്വർണം വാങ്ങിയാലും ബില്ലിട്ടേക്കണം. ആർക്കും വെറുതെ സ്വർണം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് സാർ ഉണ്ണി സാർ വന്നപ്പോ ഞങ്ങൾ ക്യാഷ് ചോദിച്ചത്. അത് നന്നായി. നിങ്ങൾ വെറുതെ അവന് സ്വർണം കൊടുത്തെങ്കിൽ നിങ്ങളെ ഞാൻ പറഞ്ഞു വിട്ടാനെ. അനിയനും ചേട്ടനൊക്കെ വീട്ടില്, ബിസിനസ്സിലത് വേണ്ട. കണ്ണേട്ടാ, ഇതെങ്ങനെയുണ്ട്? എന്നോടാണോ ചോദിക്കുന്നത്? എനിക്ക് സ്വർണം വിൽക്കാനേ അറിയൂ, നോക്കി വാങ്ങാനൊന്നും അറിയില്ല. അങ്ങനെയൊന്നുമല്ല മാഡം, ഇക്കാര്യത്തിൽ സാറിനൊരു പ്രത്യേക കഴിവുണ്ട്. മാഡത്തിനാണ് സാർ ഇത് വാങ്ങുന്നത്. അതെ. അങ്ങനെങ്കിൽ ഇവരെല്ലാം സഹായിക്കും മാഡത്തിന് പറ്റിയ ഓർണമെന്റ്സ് എടുക്കാൻ. ഹേയ്, അതൊന്നും വേണ്ട. അയാൾക്ക് ഇഷ്ടപ്പെട്ടത് അയാൾ തന്നെ എടുത്തോട്ടെ. ശരി സാർ. കണ്ണേട്ടാ, ഇത് കൊള്ളാല്ലേ? എങ്ങനെയുണ്ട്? ആ, എന്നാ അത് പാക്ക് ചെയ്തോ. നമ്മുടെ ഏറ്റവും പുതിയ ഫാഷനാ മാഡം ഇപ്പൊ സെലക്ട് ചെയ്തത്. സ്വർണം അധികം ഉപയോഗിക്കാത്ത ആളാ, എങ്കിലും സെലക്ട് ചെയ്യാൻ നല്ല കഴിവാ. ഇതെടുത്തോളൂ. ശരി മാം. വാ. സാർ. അല്ല, അവൻ വന്നില്ലേ മേഘൻ? അയ്യോ, സാർ ഇങ്ങോട്ട് വരുന്ന സമയത്താ മേഘ സാർ അങ്ങോട്ട് പോയത്. ഓ, അവനിങ്ങനെ മുങ്ങി നടക്കുകയാണല്ലേ. ജ്വല്ലറിയുടെ ചീഫ് മാനേജറായിട്ട് അവനെ നിർത്തിയിരിക്കുന്നത് അവന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ജ്വല്ലറിയെ സേവിക്കാനല്ല. സാർ. ഇതിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം. സാർ. ഞാൻ അവനെ ഒന്ന് കാണട്ടെ, എന്നിട്ട് നേരിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞോളാം. ശരി. താമ. ആ, നീയായിരുന്നോ? എന്താടാ നീ മുങ്ങി നടക്കുന്നത്? ആ, ഇവിടെ പുതിയ തമ്പുരാട്ടിമാര് വന്നതല്ലേ, അപ്പൊ പിന്നെ പഴയ പോലെ കേറി വരാൻ പറ്റുമോ? പിന്നെ ഞാൻ കുറച്ച് തിരക്കിലുമായിരുന്നു, അതാ. ആ, ഇവനെ കാണാനില്ലല്ലോ എന്നുള്ള പരാതിയിലായിരുന്നല്ലോ. ഇനിയിപ്പൊ ശരിക്കങ്ങോട്ട് കണ്ടോ. ഇപ്പൊ അധികം വിളി പോലും ഇല്ലല്ലോ. ആ, അതുകൊണ്ടാണ് പരാതി തീർക്കാൻ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വരാന്ന് കരുതിയ. അല്ല, നിന്റെ കരുണേടത്തി എവിടെ? ഇവിടെ ഇല്ല. എടുത്തയുടെ അച്ഛൻ വന്നേ എന്തൊക്കെയോ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പുറത്തു കൊണ്ടുപോയതാ. ഒന്നും പറയണ്ടടാ മേഘ, ആ കൊച്ചാകെ ശ്വാസം മുട്ടിയാ ഇവിടെ കഴിയുന്നത്. അതില് വലിയ അത്ഭുതമൊന്നും ഇല്ല അപ്പച്ചി. സ്വന്തം വീട്ടില് കരുണയ്ക്ക് അടിമപ്പണി ചെയ്തുകൊണ്ടിരുന്നവളാ ഈ മഹാലക്ഷ്മി. അതെത്രയോ തവണ കരുണയുടെ അച്ഛനും മുത്തച്ഛയൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാ. അങ്ങനെയുള്ളവള് ഇപ്പൊ വലിയ ഓഫീസറായി. കരുണ ഇവിടെ വീട്ടിലും. ദേ, അവളെ സൂക്ഷിക്കണം കേട്ടോ. ദേവിയുടെ പേരുമായിട്ട് ഇവിടേക്ക് കടന്നു വന്നവള് ആൾക്കാരെ തമ്മിൽ തല്ലിക്കാൻ നല്ല മിടുക്കുള്ളവളാ. ആ, മേഘേട്ടൻ പറഞ്ഞത് ശരിയാ. സാമർഥ്യം ഇത്തിരി കൂടുതലാ. ഇത്തിരിയൊന്നുമല്ല, വന്ന അന്ന് മുതൽ അവള് കണ്ണനെ മാറ്റിയെടുത്തിരിക്കുക. അവനെ സംബന്ധിച്ചിടത്തോളം മഹാലക്ഷ്മി അവന് കിട്ടാ കനിയ.
അതുകൊണ്ട് അവള് പറയുന്നതേ അവൻ കേക്കൂ. അതുകൊണ്ടല്ലേ വീട്ടിനകത്ത് ഒരുത്തം കേറിയിട്ട് അവൻ അവളെ തള്ളിക്കളയാത്. എങ്ങനെയെങ്കിലും അവളെ വീട്ടിൽ നടിച്ച് വെളിയിൽ കളയണം അപ്പച്ചി. അതിനൊരു കാരണം ഉണ്ടാക്കണം. ആ പിന്നെ കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ വന്നതല്ലേ, അപ്പച്ചി എനിക്ക് ഭക്ഷണമൊക്കെ ഒരുക്കിക്കോ. ഉച്ചയൂണ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ. ആ അല്ല, 2 മരുമക്കൾ വന്ന ശേഷേ എന്റെ മുറി അതേപോലെ അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? അല്ല, ആരും അവിടെ കേറിയില്ലല്ലോ. ഇല്ല, അതിനുള്ള അവസരമേ ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല. ശരി. മോളെ, ദേ അവൻ പറഞ്ഞതുപോലെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൻ വന്നിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടുണ്ടാക്കണം. വാ. ഇല്ല, അന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ട് നന്നായി. പിന്നെ വീഡിയോഗ്രാഫറിനോട് അന്ന് ഞാൻ പ്രത്യേകം വിളിച്ച് പറഞ്ഞിരുന്നു, എന്റെ പടം ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കളയണമെന്ന്. അതൊരു കണക്കിന് നന്നായി. മേഘേട്ടാ, ഇവിടെ നിൽക്കുമായിരുന്നോ? നല്ല ചൂടല്ലേ, ജ്യൂസ് കുടിക്ക. ആ, അത് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി ഇരിക്കായിരുന്നു. ആൽബം നോക്കാനാണോ ഇങ്ങോട്ട് കയറി വന്നത്? ഇത് അവരുടെ മുറിയല്ലേ, ഇനി അവരെങ്ങാനും കണ്ടോണ്ട് വന്ന അത് മതി അടുത്ത വഴക്കിന്. അതിനവര് വൈകുന്നേരമല്ലേ വരത്തുള്ളൂ, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. അവളെ പേടിച്ച് നടക്കേണ്ട കാര്യമുണ്ട് മേഘേട്ടാ. എന്റെ പൊന്നു മഞ്ജു, എനിക്ക് അവളെ ഭയമൊന്നുമില്ല, എനിക്ക് അവളെ വെറുപ്പാ. അവളെത്ര പോരെന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലോ. ഈ കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് അവളുടെ വീടിന്റെ പരിസരത്ത് പോയി അന്വേഷിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ കല്യാണം നടത്തില്ലായിരുന്നു.
എടി കല്യാണത്തിന് അന്നല്ലേ എനിക്ക് അവളെ പിടിയിട്ടത്. ഇനി ഇപ്പൊ പറഞ്ഞിട്ട് എന്താ മേഘയുടെ കാര്യം? കല്യാണം നടന്നുപോയില്ലേ? അവളാണെങ്കിൽ കണ്ണേട്ടിന് ഓരോ ദിവസം കഴിയും തോറും വരുതിയിലാക്കിക്കൊണ്ടിരിക്കുക. കാണാൻ ഭംഗിയുള്ള അവള് കണ്ണേട്ടിന് വേണ്ടി ത്യാഗം ചെയ്തു എന്നൊക്കെയാ പറച്ചില്. അതുകൊണ്ട് നമ്മളെയൊക്കെ ഒഴിവാക്കിയിട്ട് ചിലപ്പോ സ്വത്തുക്കൾ മിക്കവാറും കണ്ണേട്ടിന് അവളുടെ പേരിൽ എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.